യെസ്, സോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കണ്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് വന്നെത്തിയതെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. അതെന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവും. പക്ഷേ മേരാ ദേശ് ബദൽ രഹാ ഹേ ആഗേ ബഡ് രഹാ ഹേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ചൈന കമ്പനികൾ ഇന്ത്യയുടെ പേര് വിട്ടുകൊണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ രാജ്യസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഫാക്ടറി വെച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് മിവി. ആൻഡ് അവരുടെ ഒരു പ്രൊഡക്റ്റാണ് ഡ്യൂപോർട്സ് A350. ആൻഡ് ഗൈസ്, ടോട്ടലി ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒരു 3 ഡിജിറ്റ് പ്രൈസിൽ ഇത്രമാത്രം പ്രീമിയം ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിൽ എങ്ങനെയാണ് കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലായില്ല. വിശദമായിട്ട് ഓരോരോ ഫീച്ചേഴ്സ് നോക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് മേടിക്കണോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഈ വട്ടത്തിലുള്ള മെറ്റാലിക് ഫിനിഷ് തന്നിരിക്കുന്ന ഈ ട്രൂ വയർലെസ് വന്നിരിക്കുന്ന പെട്ടിക്കകത്ത് നിങ്ങൾക്ക് വാറന്റി ഇൻഫർമേഷൻ കാർഡ്, വെൽക്കം കാർഡ്, യൂസർ മാനുവൽ, അതിൻ്റെ അടിയിൽ ട്രൂ വയർലെസ് ഇയർഫോൺസ്, അതിൻ്റെ പെട്ടിക്കകത്ത് ഒരു ടൈപ്പ് സി കേബിൾ, ഇത്രയുമാണ് വരുന്നത്. ആൻഡ് സോ ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിൻ്റെ കേസ് പ്ലാസ്റ്റിക് ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മെറ്റാലിക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലി ഒരു പ്രീമിയം ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മാറ്റ് പല ആൾക്കാർക്കും ഈ ഫിംഗർ പ്രിന്റുകളൊക്കെ പിടിക്കുന്നത് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നേരെയായിട്ട് ബാറ്ററി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബാറ്ററി ഇൻഡിക്കേറ്റിംഗ് LEDs കൊടുത്തിട്ടുണ്ട്. താഴെ മിവിയുടെ ബ്രാൻഡിങ്, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്ക് സൈഡിൽ വേറെ ഒന്നുമില്ല. സോ ഒരു ടോട്ടലി ക്ലീൻ ആൻഡ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ്. സോ പാക്മാൻ്റെ വായൊക്കെ തുറക്കുന്നത് പോലെ ഈ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രൂ വയർലെസ് ഇയർബഡ്സ് ഇരിപ്പുണ്ട്. ആൻഡ് ട്രൂ വയർലെസ് ഇയർബഡ്സും നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. യെസ്, അതും മാറ്റാണ്. ആൻഡ് ഇതൊരു സിലിണ്ട്രിക്കൽ സ്റ്റെമ്മോട് കൂടിയാണ് വരുന്നത്. പൊതുവേ കുറച്ച് വില കൂടിയ ട്രൂ വയർലെസ് ഇയർഫോൺസിലൊക്കെയാണ് നമ്മൾ സിലിണ്ട്രിക്കൽ സ്റ്റെം കാണാറ്. അത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം. ആൻഡ് നിങ്ങൾ ഇതിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇത് ഹാഫ് ഇൻ ഇയർ ടൈപ്പ് ട്രൂ വയർലെസ് ഇയർബഡ്സ് ആണ്. സോ ഹാഫ് ഇൻ ഇയർ എന്ന് പറയുമ്പോൾ ഇത് ടോട്ടലി നിങ്ങൾ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ, കോളുകളൊക്കെ എടുക്കാനാണെങ്കിൽ ടോട്ടലി വെർത്താണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും നടക്കുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ്സും കൂടെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷേ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ മുകളിലായിട്ട് 2 LEDs കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ടച്ച് ഏരിയ ഉള്ളത്. ആൻഡ് ഏറ്റവും താഴെ നിങ്ങൾക്ക് 2 മൈക്രോഫോൺസ് കാണാൻ പറ്റും. യെസ്, ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണോ റൈറ്റ് സൈഡിൽ ഒരെണ്ണോ. ആൻഡ് ടോട്ടലി നമ്മൾ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ ഡെഫിനറ്റ്ലി 5 out of 5. ഇത് ഫോണുമായിട്ട് പെയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ട്രൂ വയർലെസ് ഇയർബഡ്സ് പുറത്തെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണുമായിട്ട് പെയർ ആവുന്നുണ്ട്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഒരെണ്ണം മാത്രമായിട്ട്, അതായത് റൈറ്റ് സൈഡ് മാത്രമായിട്ട് എടുത്ത് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അത് മാത്രമായിട്ട് പെയർ ആവുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് മാത്രമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് മാത്രമായിട്ടും പെയർ ആവുന്നുണ്ട്. സോ ഡ്യുവൽ മാസ്റ്റർ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. സോ ഒരെണ്ണം വെച്ച് മാത്രം നിങ്ങൾക്ക് കോളൊക്കെ സംസാരിക്കണമെങ്കിൽ സുഖമായിട്ട് പറ്റും. ഈ കേസിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ പ്ലേ ബാക്ക് ടൈമാണ് 50 മണിക്കൂർ. അതായത് ഒരു ഫുൾ ചാർജ് നിങ്ങൾ ഈ കേസ് ചെയ്യുവാണെങ്കിൽ 50 മണിക്കൂർ ഒരു ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു കേസ് ചാർജ് ചെയ്യാനായിട്ട് നിസ്സാരം 1 മണിക്കൂറിൽ താഴെ മാത്രമേ എടുക്കുന്നുള്ളൂ. ആൻഡ് ഇതിനകത്ത് 500 mAh ഒരു ബാറ്ററിയും കൂടെ കൊടുത്തിട്ടുണ്ട്. കേസിനകത്ത് 500 mAh, അതേപോലെ ഇയർബഡ്സിൽ ഓരോന്നിലും 40 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. സോ 1 ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇയർബഡ്സ് മാത്രമായിട്ട് ഏകദേശം 5 മുതൽ 6 മണിക്കൂർ വരെ സുഖമായിട്ട് ഉപയോഗിക്കാം. കേസ് ഉൾപ്പെടെയാണെങ്കിൽ നിങ്ങൾക്ക് 50 മണിക്കൂർ വരെ ഉപയോഗിക്കാം. പൊതുവേ ഹാഫ് ഇൻ ഇയർ ടൈപ്പ് ഇയർബഡ്സ് നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ ആൾക്കാർക്കുള്ള വളരെ വലിയൊരു പേടി എന്ന് പറയുന്നത് ഇത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ തല കൊലുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തല ചരിക്കുന്ന സമയത്ത് പുറത്തേക്ക് ചാടിപ്പോകുമോ എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും, പ്രോപ്പറായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കറക്റ്റായിട്ട് നിങ്ങൾ വെക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ചെവിക്കകത്ത് ഇരിക്കുന്ന കാര്യം തന്നെ നമ്മൾ അറിയില്ല. ടോട്ടലി കംഫർട്ടബിൾ ആണ്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, ഹാഫ് ഇൻ ഇയർ അല്ലേ ബ്രോ, സോ സൗണ്ട് ക്വാളിറ്റി മോശമായിരിക്കുമോ എന്ന്. പക്ഷേ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തേത് ഡ്രൈവർ സൈസ്. ട്രൂ വയർലെസ് ഇയർഫോൺസ് ചൂസ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായി, ഡ്രൈവർ സൈസ് വലുതാണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് കൂടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബേസ് ലഭിക്കും, ഞാൻ കുറച്ചുകൂടെ ഫുള്ളർ ആയിട്ടുള്ള സൗണ്ട് ലഭിക്കുമെന്ന്. ആൻഡ് ആ ഒരു കാര്യം ഇതിൽ കാണുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ മിഡ്സും ട്രിബിൾസും നോക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് ആണ്. പക്ഷേ ബേസിൻ്റെ കാര്യത്തിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രൂ വയർലെസ് ഇയർഫോൺസിൽ 13 mAh ഒരു ഡ്രൈവർ വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു ഡീപ്പ് ആൻഡ് പവർഫുൾ ബേസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതുമാത്രമല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് AAC കോഡക്കിൻ്റെ സപ്പോർട്ടും കൂടെ ലഭിക്കുന്നുണ്ട്. ടോട്ടലി ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. യെസ്, സോ ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സെഗ്മെൻറ്റ് മൈക്രോഫോൺ ടെസ്റ്റ്. ഇപ്പോൾ എൻ്റെ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ മുഴുവനും ഇതിൻ്റെ മൈക്രോഫോണിലൂടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റി നല്ലതാണോ, കോൾ ചെയ്യുമ്പോൾ നല്ലതാണോ, മീറ്റിംഗ് കൂടുമ്പോൾ നല്ലതാണോ എന്നൊക്കെ. ബിക്കോസ് ഞാൻ നോർമലി മൈക്രോഫോൺ ക്വാളിറ്റി പറയാറേയില്ല. കാരണം ഓഡിയൻസ് കേൾക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, അവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു. സോ എങ്ങനെയുണ്ട് മൈക്രോഫോൺ?
ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി ട്രൂ വയർലെസ് ഇയർഫോൺസ് ജിമ്മിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ IPX4 സ്വെറ്റ് റെസിസ്റ്റൻസ് ഇതിനകത്തുണ്ട്. സോ ജിമ്മിൽ ജോഗിങ്ങോ റണ്ണിങ്ങോ അല്ലെങ്കിൽ വെയിറ്റ് ഒക്കെ എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കൊണ്ടുപോക്കും, യാതൊരു പ്രശ്നമില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ആൻഡ് ഇതിനകത്ത് ടച്ച് കൺട്രോൾസ് ലഭ്യമാണ്. സിംഗിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്ലേ ആൻഡ് പോസ് രണ്ടെണ്ണത്തിലും, അതേപോലെ റൈറ്റ് സൈഡ് ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് സോങ്, ലെഫ്റ്റ് സൈഡ് ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് സോങ്. ഇനി റൈറ്റ് സൈഡ് ട്രിപ്പിൾ ടാപ്പോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ട്രിപ്പിൾ ടാപ്പോ ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സിറീനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ഇനി ടാപ്പ് ആൻഡ് ഹോൾഡ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വോളിയം, ഓക്കെ ലെഫ്റ്റ് ഇതാണല്ലേ, ലെഫ്റ്റ് സൈഡിൽ വോളിയം കുറയും, റൈറ്റ് സൈഡിൽ വോളിയം കൂടും. സോ ടോട്ടലി വോളിയവും നിങ്ങൾക്ക് ട്രൂ വയർലെസ് ഇയർഫോൺസ് നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായി. സോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇതെടുത്ത് പറഞ്ഞത്. സോ 2999 രൂപയുടെ MRPക്ക് എങ്ങനെ നീയല്ലേ തുടങ്ങുമ്പോൾ പറഞ്ഞ 3 ഡിജിറ്റ് ഉള്ളൂ എന്നിട്ട് എന്താണ് 2999? ഇവിടെയാണ് ഞാൻ പറയുന്നത് നോട്ടിഫിക്കേഷൻ കണ്ടു വന്നവർക്കൊക്കെ ഉള്ളൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രിവിലേജ് എന്ന് പറയുന്നത്. ഇന്ന് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ആയിരിക്കുന്ന ഈ സമയത്ത് ജസ്റ്റ് 999 റുപ്പീസിന് മാത്രമാണ് എക്സ്ക്ലൂസീവായിട്ട് ഇത് സെയിലായി പോകുന്നത്. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ നോട്ടിഫിക്കേഷൻ കണ്ടു വന്നവർക്കുള്ള അഡ്വാൻറ്റേജ്. യെസ്, അതുകൊണ്ട് ഈ വീഡിയോ നോട്ടിഫിക്കേഷനിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ അവർ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് തന്നെ ഈ ഒരു സാധനം ഈ ഒരു 999 റുപ്പീസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. സോ ഓവറോൾ ഇതാണ് നമ്മുടെ മിവിയുടെ A350 ട്രൂ വയർലെസ് ഇയർഫോൺസിൻ്റെ ഒരു റിവ്യൂ. ആൻഡ് അത്യാവശ്യം ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഡെഫിനറ്റ്ലി ഹാഫ് ഇൻ ഇയർ ടൈപ്പ് നോക്കുന്നവർക്ക് ഗുഡ് ടു ഗോ പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഞാൻ യൂഷ്വലി ഇന്ത്യൻ ബ്രാൻഡ്സിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ചും വെറുതെ അല്ല കേട്ടോ, നല്ല പ്രൊഡക്റ്റുകളാണ് ഇറക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം ട്രൂ വയർലെസ് എന്തെങ്കിലുമൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ മേടിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം, അവിടെയും ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ.